അന്നേരം എത്ര വെള്ളമുണ്ട്? ഫുള്ള് കരകവിഞ്ഞൊഴുക. കൂടെ ആരുമില്ല. മിസ് ചെയ്യുന്ന കാണുന്ന കഫേലെ പിള്ളേരാ കണ്ടത്. അവര് 2-3 തവണയായിട്ട് ഇവിടെ എത്ര വെള്ളമുണ്ട്? ഒരാളെ മുങ്ങി വെള്ളമുണ്ട്. എവിടെയെങ്കിലും കായമായിട്ട് അങ്ങനെ ജംഗ്ഷനിലേ ഉള്ളൂ. ഇതേ ജംഗ്ഷൻ, പിന്നെ താഴെ ജംഗ്ഷൻ ഇല്ലാതെ അവിടെ നിന്ന് കഴിഞ്ഞിട്ടാണ് ഒഴുകിപ്പോയത്. നമ്മൾ എവിടം വരെ പരതി നോക്കി? ഏകദേശം ഒരു 500 മീറ്റർ താഴെ വരെ അത്രേ ഉള്ളൂ. ആ താഴേക്കുള്ളത് ഇത് പുഴയിലേക്ക് മുട്ടുന്നിടം വരെ അതങ്ങ് പോണം. മൈത്രി ഭവന്റെ അവിടെ പോകണം. ആ ജംഗ്ഷൻ ജോയിൻ ചെയ്യുന്നിടത്തുണ്ട്. ആ പരിസരത്തൊന്നും നോക്കണം. ഇങ്ങോട്ട് സെർച്ച് നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഈ നമ്മുടെ കാഞ്ഞിരപ്പുഴ വരെ നമ്മളെ ടീം പോയി. അത് പുഴയുടെ വരെ നോക്കണം. ഇരു സൈഡിലും നോക്കണം. കാരണം ഇന്നലെ ഞാൻ വോയിസ് കേൾക്കുന്നുണ്ട്. അതായത് മറ്റേ ഒരു ഇഞ്ചിച്ചെടിയും മരമൊക്കെ ഉള്ളിടത്തൊക്കെ പരതണമെന്ന് പറഞ്ഞു. വീട്ടുകാരുടെ സ്ഥിതിയോ? വീട്ടുകാരിവിടെയുണ്ട്. അവരിറങ്ങാന്നും പറഞ്ഞിട്ട് നിരോധിക്കണ്ട. അപ്പം ഞാനിപ്പോ അത് പരിഭാഷയോട് ചോദിച്ചപ്പോ ഞാൻ ഓർമ്മിച്ച പെട്ടെന്ന് നമ്മള് ചൂരൽമലയിലെ സംഭവത്തിനൊക്കെ നാട്ടുകാരിറങ്ങി, യുവാക്കളിറങ്ങി, എല്ലാ ഭാഗത്തും ആൾക്കാരിറങ്ങി. ഇറങ്ങുന്നതിനെ തടയാനും പറ്റില്ല. ഇറങ്ങുന്നത് ആരുടെ അനുഭവത്തോടു കൂടിയല്ല, അവരവരുടെ ഉത്തരവാദിത്വത്തിലാണ് ഇറങ്ങുന്നത്. കഴിവുള്ളവര്, നന്നായിട്ട് നീന്തലറിയാവുന്നവര്, ആരോഗ്യമുള്ളവര്, അതിനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാർ, പരിചയമുള്ളവർ ഇറങ്ങുന്നതിന് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ ഇവിടെ ചില കേസുകളിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ ഒഴുക്കില്ലാത്തടത്ത് അടുത്ത് തന്നെ ഉണ്ടാവും. ആ സമയത്ത് ഒഴുക്കുള്ള സ്ഥലത്ത് ഇപ്പൊ തന്നെ അതാ ഞാൻ ചോദിച്ചത് എത്ര വെള്ളം ഉണ്ടായിരുന്നു ചോദിച്ചത്. ഈ ഇന്നത്തെ ഇപ്പൊ തന്നെ ഇവിടെ നല്ല ഒഴുക്കാണ്. ഇന്നലെ വെള്ളം കരകവിഞ്ഞ് ഒഴുകുന്നില്ലേ? ഫുള്ളാ പറമ്പിലൊക്കെ വെള്ളം കയറിയതാ. ചെറുപുഴയിൽ ഒരാൾ കാണാൻ അത് അങ്ങന്ന് വന്ന വിദഗ്ധനാണ്. ഇപ്പൊ കണ്ടറിയാം, നമുക്ക് കണ്ടറിയാം. നല്ല ഒഴുക്കുണ്ടെന്ന് ഈ വെള്ളത്തിന്റെ പോക്ക് കണ്ടറിയാം. അല്ല, അതെല്ലാം മനസ്സിലാക്കിയിട്ട് വടത്തിന്റെ സപ്പോർട്ടിലേ പോവുള്ളൂ. ടീമിന്റെ സപ്പോർട്ടിൽ മരത്തെ കെട്ടിയിട്ടും അതുപോലെ ഫയർഫോഴ്സുകാരും പോലീസും ഒക്കെ തരുന്ന വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ തരുന്ന നിർദ്ദേശം പാലിച്ചുകൊണ്ട് സാഹസികമായിട്ടുള്ള ഇതാണ് ഇറക്കമാണ്. ഒന്ന് നോക്കണം. വെള്ളം എന്ന് പറഞ്ഞാൽ വലിയ വെള്ളം വേണ്ട. ഒരു അപകടം വരാൻ മൂക്ക് മുങ്ങിയാൽ മതി, മനസ്സിലായോ? പക്ഷെ നീന്തലറിയാവുന്നവർക്ക് അത് കൈകാര്യം ചെയ്യാം. അതല്ലേ അതല്ലേ അല്ല, ഞാൻ പബ്ലിക്കിന്റെ ആത്മാർത്ഥതയും സാഹസിക മനോഭാവത്തെയും നമ്മൾ എതിർക്കണ്ട. വേണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന് മാത്രമായിട്ട് വരില്ല. ഞാനതാ പറഞ്ഞ ചൂരൽമലയിലോ ഏത് സംഭവം ഉണ്ടായാലും ഇപ്പൊ കല്ലാടിയിലുണ്ടായതിൽ നാട്ടുകാരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്, മനസ്സിലായി? നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിരോധിക്കാൻ പറ്റില്ല. പക്ഷെ ഇറങ്ങുന്നവരെ സംബന്ധിച്ച് അവരുടെ ഉത്തരവാദിത്വം അവർക്കാണ്. റിസ്ക്കാണ്, ഒഴുക്കുണ്ട്, മനസ്സിലാക്കണം, കുഴിയുണ്ടോ എന്നൊക്കെ അറിയാവുന്നവരും നല്ല ധൈര്യമുള്ളവരും പുഴയോട് കുളിക്കുന്ന പിള്ളേരുണ്ട്, അവർക്ക് ഇറങ്ങാലോ. പുഴയെ കുറിച്ച് കുറെ അറിയുന്ന ആൾക്കാരുണ്ട്. സ്ഥിരമായിട്ട് ഈ പുഴയിൽ ഇറങ്ങി പുഴയെ കുളിക്കുന്ന പുഴയുടെ ആഴങ്ങളും ചുഴികളും അറിയുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഇറങ്ങി പരിശോധിക്കുന്ന കുഴപ്പമില്ലല്ലോ. അവർക്ക് ഈ പുഴയെ കുറിച്ച് അറിയാം. പുറമേ നിന്ന് പുഴ ഏതാണെന്ന് പുഴയെ കുറിച്ച് അറിയാത്ത ഇതുണ്ടാവും. നമ്മളിപ്പോ സർഫസ് ചാർജാണ് സാറേ നോക്കുന്നത്. അല്ല, മുങ്ങിട്ട് താഴേക്ക് നോക്കുന്നില്ലല്ലോ. കനക്കവെള്ളത്തിനാണെന്നറിയോ? മുങ്ങി താഴേക്ക് നോക്കിയിട്ട് കാര്യമില്ല, കാണാൻ പറ്റില്ലല്ലോ. ഞാൻ ഇടക്കാനത്ത് വ്യൂ പോയിന്റ് ഉണ്ട് തെളിഞ്ഞ വെള്ളത്തിൽ. അവിടെ കുളിക്കാൻ വന്ന ആളെ കാണാതായിട്ട് ഒരുപാട് മുങ്ങൽ മുങ്ങിയിട്ടൊന്നും കിട്ടിയില്ല. അവര് മുങ്ങി താഴെന്ന് പറഞ്ഞാൽ നല്ല തെളിഞ്ഞ വെള്ളമായതുകൊണ്ട് നല്ല ആഴമുള്ള ഇതിലേക്ക് മുങ്ങി താഴുക. പക്ഷെ മുങ്ങൽ വിധത്തിൽ വന്നിട്ട് കിട്ടിയിട്ടില്ല.
അപ്പൊ ഇവിടെ എന്നിട്ട് മുങ്ങി കാണേണ്ട കാര്യമില്ല. കാരണം കലക്കമുള്ളതായതുകൊണ്ട് അടുത്ത് കാണാൻ പറ്റില്ലല്ലോ. വേറെ ഉപകരണമൊന്നുമില്ലല്ലോ. ഇല്ലില്ല. ശ്വാസം കിട്ടേണ്ട ഉപകരണമൊന്നുമില്ലല്ലോ. അങ്ങനെ വിദഗ്ധർ ആരും വന്നിട്ടുണ്ടോ? വിദഗ്ധരായിട്ടുള്ള അല്ല നമ്മുടെ സ്റ്റേഷനിൽ തന്നെ സ്കൂബ ടീം ഉണ്ട് സാർ. അപ്പൊ ഈ ഇതുപോലെയുള്ള വെള്ളത്തിൽ നമുക്ക് ഡൈവ് ചെയ്യാനില്ല. കലക്കമുള്ളത്തിൽ ഡൈവ് ചെയ്യാൻ പറ്റില്ല. ഒഴുക്കുണ്ടെങ്കിൽ ഒരാളെ അടിച്ചുകൊണ്ട് അതിവിടെ തന്നെ നിൽക്കണമെന്നില്ല. ചിലപ്പോൾ ആള് ഏതോ കുറ്റിയിലോ ഇവന്റെ കഴുത്തിലൊരു ചാക്കുണ്ട് അരക്ക് സാറേ. ഇവന്റെ അരക്ക് ഒരു ചാക്ക് കെട്ടിയുണ്ട്. ചാക്കും ഉണ്ട് കയറും ഉണ്ട്. ഇവൻ ചാടുമ്പം തേങ്ങ പിടിച്ച കയറോടെ ഉടയ്ക്കാം. ആ ചാക്ക് എവിടെ വെള്ളം കയറി വെയിറ്റ് ചെയ്താ പറ്റിയത്. ഇവിടെ മാത്രമായിട്ട് നിൽക്കരുത്. ഇവിടെ മാത്രമായിട്ട് നിൽക്കരുത്. താഴേക്ക് എന്തായാലും നോക്കണം. പുഴ വരെ നോക്കണം. ഇരിട്ടി പോലീസുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് മൊഴൂർ പോലീസിന്റെ സഹായത്തോടെ അപ്പുറത്തേക്കും കൂടെ നോക്കുക. പാലപ്പുഴ അല്ലേ? മനസ്സിലായോ? ഇൻഫർമേഷൻ കൊടുത്താണ് അവരോടൊന്ന് സെർച്ച് ചെയ്യാൻ പറയണം. കൊടുത്തിട്ടുണ്ട് സാർ. പിന്നെ ഇവിടുത്തെ വോളണ്ടിയേഴ്സ് അങ്ങനെ പോയി നോക്കുന്നെങ്കിൽ അവിടുത്തെയുള്ള പഞ്ചായത്ത് മെമ്പറോടൊക്കെ ചോദിച്ചിട്ട് ഒന്ന് പുഴത്തീരം അപ്പുറം ഇപ്പുറം കവർ ചെയ്യണം. കാരണം പുഴക്കുന്നിന്റെ കൂടെ പുഴത്തീരം പായം വരെ എങ്ങനെയൊന്ന് കവർ ചെയ്ത് പോകും.